കുറിച്ച് എങ്ങനെ പറയുന്നത്. പക്ഷെ അവിടെയാണ് വേദൻ ജനിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലം പറഞ്ഞത്. റെയിൽവേ ഉന്നതിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞ ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ളിലൊരു താളൊക്കെ തീവണ്ടിയൊക്കെ പോകുന്നതിൻ്റെ ഓരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓർമ്മയൊക്കെ ഉണ്ടാവില്ലേ വേദന? ഈ സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റെയിൽവേ ട്രാക്കുകൾക്ക് അരികിലുള്ള വീടുകളിൽ താമസിക്കുന്നത്. ഞാൻ 2-3 വീടുകളിലാണ് തൊട്ടടുത്ത് താമസിക്കുന്നത്. ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ പോണ ശബ്ദം കേൾക്കാതെ ഉറക്കം വരില്ല നമുക്ക്. വേറെ എവിടെയും മാറിക്കിടന്ന ഈ ട്രെയിൻ ഫാൻ ഇടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഫാനിന്റെ ശബ്ദം കേട്ടാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു താളം മനസ്സിൽ പോകുന്നതിന്റെ ഒരു താളം മനസ്സിൽ പിടിച്ചിട്ടുണ്ടാവും. വേദന്റെ അച്ഛനെ കുറിച്ച് അധികം പ്രേക്ഷകർക്ക് അറിയില്ല. മുരളിച്ചേട്ടൻ ലോട്ടറിയാണ്. അപ്പം വാർക്കപ്പണി പണിയെടുക്കുന്ന ഒരാളാണ്. ഇത്ര വയസ്സായി ഓരോ കഥകൾ അതിലൊന്നും പ്രേക്ഷകർക്ക് ഇതാണ് വാസ്തവം കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി എന്റെ ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം. ആൾക്കാരോന്ന് പറയണത് അമ്മ പക്ഷേ ഈ വോയിസ് ഓഫ് വോയിസ്ലെസ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് അമ്മ വിട്ടുപോകുന്നത്. ഇല്ല, വാ എന്ന് പറഞ്ഞ ട്രാക്ക് ഇറങ്ങിയിട്ട് ഒരു 2 വർഷം. ഞാനൊരു യൂട്യൂബില് വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. വേടന്റെ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലെ കുട്ടിക്കാലം, അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലവും അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ളൊരമ്മ. അതെങ്ങനെയുള്ളൊരു അമ്മ? വേടന്റെ ഒരു അനുഭവത്തിലുള്ളൊരമ്മ. എനിക്ക് തോന്നുന്നത് ഈ പോലെ അധസ്ഥലരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്നിടങ്ങളിൽ